ഹലോ ഗൈസ്, അപ്പോൾ ഞാനിപ്പോൾ റെഡിയുള്ള നിങ്ങൾക്ക് ബാക്ക് കണ്ടാൽ തന്നെ തിരിഞ്ഞിട്ടുണ്ടാവുമല്ലോ. അതെ, നമ്മുടെ പറശ്ശിനിക്കടവ് മുത്തപ്പൻ ടെമ്പിളിലാണ് കേട്ടോ അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത്. അപ്പോൾ നമ്മൾ മൂന്നാളും ആദ്യമായിട്ടാണ് കേട്ടോ പറശ്ശിനിക്കടവ് മുത്തപ്പൻ ടെമ്പിളിൽ ഒറ്റയ്ക്ക് പോകുന്നത്. അങ്ങനെ നമ്മളിത് അമ്പലത്തിലെത്തി ദർശനമൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ പുറത്തേക്ക് ഇറങ്ങി. പിന്നെ ആ പുഴയുടെ സൈഡിൽ നിന്ന് കുറച്ച് സമയം നമ്മൾ വ്യൂ ഒക്കെ ആസ്വദിച്ചിരുന്നു കേട്ടോ. പിന്നെ ഇത് അവിടെ നിന്ന് നമ്മൾ പറശ്ശിനിക്കടവിൻ്റെ ഫോട്ടോ നമുക്ക് കൃത്യമായിട്ട് കിട്ടില്ല. നമ്മൾ ബോട്ടിലേക്ക് കയറണമെന്ന് വെച്ച് തെരാപ്പേര അങ്ങോട്ടേക്ക് നടന്നു. സോ നമുക്ക് ബോട്ടിലേക്ക് കയറാൻ പറ്റിയിട്ടില്ല. ആദ്യത്തെ ബോട്ടിൽ നല്ല ആളായതുകൊണ്ട് അത് വേഗം തന്നെ വിട്ടു. പിന്നെ അവിടെ നിന്നിട്ടില്ല, നമ്മൾ വെയിലായതുകൊണ്ട് നമ്മൾ വേഗം തന്നെ പ്രസാദം കഴിക്കാൻ പോയി. പ്രസാദം കഴിക്കുന്നിടത്ത് പോകുമ്പോഴാണ് അവിടെ ഭയങ്കരമായിട്ട് നല്ല തിരക്കും. ഫൈനലി നമുക്ക് ഇരിക്കാനൊക്കെ ഒരു സീറ്റൊക്കെ കിട്ടി. കുറച്ച് സമയം അവിടെ ഇരുന്ന് വിശ്രമിച്ചേട്ടാ. പിന്നെ നമ്മൾ പ്രസാദം കിട്ടാനുള്ള വെയിറ്റിംഗ് ആണ്. കുറേ സമയം കാത്തിരുന്നു. അങ്ങനെ ഫൈനലി നമുക്ക് പ്രസാദമൊക്കെ കിട്ടി കേട്ടാ. അങ്ങനെ പ്രസാദമൊക്കെ കിട്ടി നമ്മളിതാ മൂന്നാളും കൂടി കഴിക്കലാണ്. എനിക്ക് അവിടുത്തെ പയർ ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ നമ്മൾ മൂന്നാളും കൂടി ഇതാ പയറൊക്കെ ഇരുന്ന് കഴിക്കലാണ് കേട്ടോ. അവർക്ക് ഉണ്ടാക്കുക തേങ്ങയോട് ഭയങ്കര ഒരു ഇഷ്ടമാണ്. അവർ രണ്ടാളും കൂടി തേങ്ങ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി ഇരുന്ന് കഴിക്കലാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഇതാ വേഗം തന്നെ അവിടെ നിന്ന് ഇറങ്ങി കുറേ അവിടെ കടകളൊക്കെ ഉണ്ടല്ലോ, കടകൾ നോക്കി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നിട്ട് സാധനങ്ങളൊന്നും വാങ്ങൂല, പക്ഷേ വാങ്ങുന്നില്ലെങ്കിലും അതൊക്കെ നോക്കി നടക്കാൻ ഭയങ്കര രസമാണ്. അങ്ങനെ നമ്മൾ അതൊക്കെ നോക്കി നടന്ന് നമ്മൾ നേരെ സ്റ്റെപ്പ് കയറി കേട്ടോ. സ്റ്റെപ്പ് കയറി ഇതാ തളർന്ന് നമ്മൾ ഒരു സ്ഥലത്തിരുന്ന് കുറച്ച് സമയം അവിടെ ഇരുന്ന് നമ്മൾ വെള്ളമൊക്കെ കുടിച്ച് അങ്ങനെ അവിടെ ഇരുന്ന് നേരം കൂട്ടിയിട്ടാ. പിന്നെ നമ്മൾ നേരെ വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് നേരെ ബസ് സ്റ്റാൻഡിലേക്ക് എത്തി. ബസ് സ്റ്റാൻഡിലെത്തി നോക്കുമ്പോഴത്തേക്ക് അവിടെയും തിരക്ക്. ഇവിടെ പോയാലും തിരക്ക് തന്നെ. ബസ്സിനൊക്കെ ഇങ്ങനെ നമ്മൾ സ്കൂൾ വിട്ടാൽ പിള്ളേർ ഓടുന്ന പോലെയാണ് എല്ലാവരും ബസ്സിലേക്ക് ഓടുന്നത്. അങ്ങനെ നമ്മൾ അതൊക്കെ നോക്കി കുറച്ച് സമയം അവിടെ ഇരുന്നു. ഫൈനലി നമുക്കും ബസ്സൊക്കെ കിട്ടി. ഭാഗ്യത്തിന് നമുക്ക് സീറ്റ് കിട്ടീന്. അങ്ങനെ നമ്മളിതാ ബസ്സിലൊക്കെ കയറി സേഫായിരുന്നു നമ്മൾ നേരെ വീട്ടിലേക്ക്. അപ്പോൾ ഓക്കെ, ബൈ, ടാറ്റ.